ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് വീണ്ടും കുരുക്ക്. മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി ഇടപാടുകളിൽ വ്യാപക ക്രമക്കേടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിക്ക് നിയമവിരുദ്ധമായി ഭൂമി പതിച്ചു നൽകിയതിൽ ഉന്നതതല ഇടപെടലെന്നും ED കണ്ടെത്തി. കൃഷിഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ 50-50 പദ്ധതിയിലേക്ക് സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതി നൽകിയത് 3.6 ഏക്കർ ഭൂമി. അതേ മൂല്യമുള്ള സ്ഥലമാണ് തിരികെ നൽകേണ്ടത്. എന്നാൽ അതോറിറ്റി പാർവതിക്ക് പതിച്ചു നൽകിയതാവട്ടെ 3 ഇരട്ടി വിലയുള്ള മൈസൂരുവിലെ 14 പ്ലോട്ടുകൾ. ഈ നിയമവിരുദ്ധ ഇടപാടിൽ ഉന്നതതല ഇടപെടൽ നടന്നിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ PA SG ദിനേശ് കുമാറിന്റെ ഇടപെടൽ സംബന്ധിച്ച് തെളിവുണ്ടെന്ന് ലോകായുക്തക്ക് നൽകിയ കത്തിൽ ED പറയുന്നു. ഈ ഇടപാടിൽ മാത്രമല്ല, നിയമവിരുദ്ധ നടപടിക്രമങ്ങളിലൂടെ 1095 സൈറ്റുകൾ അതോറിറ്റി പതിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. മൂല്യം കണക്കാക്കിയാൽ 700 കോടി രൂപയുടെ അഴിമതി. കേസിൽ സിദ്ധരാമയ്യയെ ലോകായുക്ത നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. EDയുടെ കണ്ടെത്തൽ കൂടിയാകുമ്പോൾ കർണാടക മുഖ്യമന്ത്രിക്ക് കുരുക്കു മുറുകും. എന്നാൽ ED ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കമെന്നായിരിക്കും സിദ്ധരാമയ്യയുടെ പ്രതിരോധം. 24 ബംഗളൂരു.